ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്. അതിനകത്തൊരു സയന്റിഫിക് എലമെന്റ് ഉണ്ട്, ഒരു പാരലൽ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പ്രോമിസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് പ്രസന്റ് ചെയ്യാം. അതിൻ്റെ ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു മോഡേൺ സിനിമകൾ ഇഷ്ടപ്പെടുന്ന, പുതുമ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മലയാളി സിനിമ പ്രേക്ഷകർക്ക് ഭയങ്കര അക്സെപ്റ്റിംഗ് ആവുന്ന ഒരു സിനിമയാണ്. നമുക്ക് നല്ല രീതിയിലുള്ള റിവ്യൂസ് വരുന്നുണ്ട്, എല്ലായിടത്തും നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ അത് കൂടുതൽ ഒരു അവയർനെസ് കൊടുക്കുക, ആളുകൾ തിയേറ്ററിൽ വരിക, ഒരു 4K അറ്റ്മോസ് ഓഡിറ്റോറിയത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷനോടെ സിനിമ കണ്ടിറങ്ങാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ സിനിമ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. അത് മാക്സിമം അവയർനെസ് കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യമുണ്ട്. താങ്ക് യു. യെസ്, സോ ഇനി നമ്മുടെ ഡയറക്ടറിനോടാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം ഏതൊരു സിനിമയും അത്ര മനോഹരമാവണമെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് മനോഹരമാവണം, ആൻഡ് അതിന്റെ ഡയറക്ഷണൽ ബ്രില്യൻസ് കൂടെയാണ് ഈ ഒരു മൂവിന് ഇത്രയും എന്താ പറയുക, നമ്മളുടെ എല്ലാവരെയും ആ ഒരു തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ആ ഒരു ഫുൾ ടൈം വി ആർ സിറ്റിംഗ് ദെയർ, വി ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് അപ്പ് ബിക്കോസ് ദ മൂവി വാസ് ഷോട്ട് എക്സെപ്ഷണലി. സോ റിയ സർ, എന്താണ് പറയാനുള്ളത്? എല്ലാവരും സിനിമ കണ്ടു തുടങ്ങിയിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയത്. ഇന്നലെ റിലീസ് ആയതേ ഉള്ളൂ. പക്ഷെ ഇന്നലെ ഒരു ഈവനിങ്ങിന് ശേഷം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റെസ്പോൺസസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. അതിനൊരു സന്തോഷം വന്നുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇരിക്കാൻ എന്ന് തീരുമാനിച്ചത്. അതുവരെ ഞങ്ങളൊന്നും ഇരിക്കുകയായിരുന്നു. സോ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെടുത്ത എഫേർട്ടിനനുസരിച്ചുള്ള റിവ്യൂസ് ഒക്കെ വന്നു തുടങ്ങി. സോ അതൊന്നുകൂടെ ഒന്ന് അതിൻ്റെ ഒരു വിസിബിലിറ്റി നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ആ സിനിമ അത് ഡിസേർവ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് നല്ല ടാലൻസ് ഈ സിനിമയിലുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ വിഷ്വൽസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു ടോപ്പ് നോച്ച് ടെക്നിക്കൽ ടീമിനെ അസംബിൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അർഹിക്കുന്ന രീതിയിലുള്ളൊരു വിസിബിലിറ്റി അതിന് കിട്ടിക്കഴിഞ്ഞാൽ കുറേ കൂടെ നല്ല റിപ്പോർട്ട്സും കുറേ കൂടെ നല്ല റിവ്യൂസും നമ്മുടെ എഫേർട്ടിനനുസരിച്ചുള്ള റിവ്യൂസൊക്കെ കിട്ടും എന്നൊരു ഉറപ്പ് നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിനെ കുറിച്ച് ആലോചിച്ചതും. ഉറപ്പായിട്ട് എല്ലാവരും കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ജോണറാണ് സിനിമ. ഒരു സൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമ എന്ന രീതിയിലാണ് ഞങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എൻവിയോൺമെന്റ് സെറ്റായി വരാനുള്ളൊരു ഫസ്റ്റ് ഹാഫും ആ എൻവിയോൺമെന്റിൽ നിന്ന് പിക്ക് ചെയ്ത് ക്ലൈമാക്സിലോട്ടുള്ളൊരു പേസുമാണ് ഈ സിനിമയുടെ ഒരു മൂഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചില റിവ്യൂസിലൊക്കെ ഞാനിങ്ങനെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ടെന്നൊക്കെ കേട്ടായിരുന്നു. പക്ഷെ അത് മേ ബി ആളുകൾക്ക് ലാഗായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം, മേ ബി അത്. പക്ഷെ അതൊരു സൈക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ ഉള്ള ഒരാളുടെ മൈൻഡ് സെറ്റ് പറഞ്ഞു പോകുമ്പോൾ നമ്മൾ കഥ ആവശ്യപ്പെടുന്ന ഒരു ഫോർമേഷൻ ഓഫ് ദ വേൾഡ് ഉണ്ട്. അതാണ് ആക്ച്വലി നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് എത്രത്തോളം ആണ് അതിൻ്റെ സക്സസ് ആയിട്ടുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ കിട്ടുന്ന റിവ്യൂസും ഇപ്പോൾ കിട്ടുന്ന ആളുകളുടെ പേഴ്സണലായിട്ടുള്ള മെസ്സേജസ് ആണെങ്കിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതൊന്ന് മാക്സിമം ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര നന്നായി നടക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു നല്ല രീതിയിലൂടെ എത്തിക്കുക എന്നുള്ളതാണ് ആവശ്യം. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ കാണണം, നിങ്ങളിലൂടെ ആളുകളെ കാണേണ്ടത് കൂടുതലായിട്ട്. താങ്ക് യു. യെസ്, താങ്ക് യു. ഐ തിങ്ക് അദ്ദേഹം പറഞ്ഞതുപോലെ ക്ലൈമാക്സിന്റെ ആ ഒരു 30 മിനിറ്റ് ആണ് നമ്മളെ എല്ലാവരും ആ സീറ്റിൽ ഇങ്ങനെ പിടിച്ചിരുത്തുന്നത്. ബിക്കോസ് സത്യം പറയാലോ ഒരു രക്ഷയില്ലായിരുന്നു. താങ്ക് യു. ആ ഒരു ക്ലൈമാക്സിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ആ സിനിമയുടെ ഉദ്ദേശം. അത് ആളുകൾക്ക് പ്രഡിക്റ്റബിൾ ആവാത്ത രീതിയിൽ മാക്സിമം കൊണ്ടുപോകുക എന്നുള്ളൊരു അതാണ് അതിൻ്റെ ചാലഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിപ്പോൾ ക്ലൈമാക്സ് നല്ലതാണ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു സന്തോഷമുണ്ട്. അത് ഇനിയും ആളുകൾ സന്തോഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കട്ടെ. തീർച്ചയായിട്ടും സർ. സോ അടുത്തതായിട്ട് നമ്മളുടെ വെരി വെരി ടാലന്റഡ് ആൻഡ് യങ് ആയിട്ടുള്ള ഷബിൻ, അദ്ദേഹത്തിന് തന്നെയാണ്. യെസ് ഷബിൻ, പ്ലീസ് ടെൽ us your experience of the movie. ഹലോ, നമസ്കാരം. ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയട്ടെ, നിങ്ങളെല്ലാവരും ഇങ്ങനെ വന്നതിന്. എല്ലാവരും സിനിമ കണ്ടോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഓക്കെ, നല്ല ഫീഡ്ബാക്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പം ഒരുപാട് സന്തോഷം. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിന്റെ കോർ ഐഡിയ കേട്ടപ്പോൾ ഇതിന്റെ ക്ലൈമാക്സിലെ ഏരിയ നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ചേച്ചിയുടെ കൂടെ ആണെങ്കിലും റഹ്മാനിക്കൻ്റെ കൂടെ ആണെങ്കിലും അർജുൻ, ബിനു, പപ്പു,
ദൃശ്യ, കുറേ പേരുണ്ട്, കുറേ ആക്ടേഴ്സ് ഉണ്ട് അതിനകത്ത്. എല്ലാവരോടും വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പടം തിയേറ്ററിൽ പോയി കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണണം. എക്സ്പീരിയൻസ് ചെയ്യാൻ ഉള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു. യെസ്, സോ നമുക്കിനി ഒരാൾ കൂടെ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് പേരെല്ലാവരും ഭാവനയുടെ ചിത്രം എന്നുള്ള രൂപയിലാണ് ഇത് കാണാൻ പോകുന്നത്. ആൻഡ് ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, ആ തിയേറ്ററിൽ കയറി ഇറങ്ങുന്നത് വരെ യു മേഡ് ഷുവർ ദാറ്റ് ഞങ്ങളുടെ ആ ഒരു എക്സ്പെക്ടേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വി വർ വെരി ഹാപ്പി വാച്ചിങ് ദ മൂവി. ആൻഡ് ട്രസ്റ്റ് മീ, ഐ സോ എൻ ഇന്റർവ്യൂ വൈ യു വർ ടെല്ലിങ് എൻ്റെ ചിത്രം അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ച ചിത്രമാണെന്ന് വിചാരിച്ചിട്ട് ഇതിന് ഒരു ചാൻസ് കിട്ടണം എന്നല്ല, ബട്ട് ദിസ് മൂവി ട്രൂലി ഡിസേർവ്സ് എ ചാൻസ് എന്ന് പറഞ്ഞു. സോ ഐ തിങ്ക് മൂവിയുടെ സ്റ്റോറിയും ഭാവന എന്ന് പറയുന്ന ആക്ടറിന്റെ മികച്ച ആക്ടിങ് സ്കിൽസ് മേഡ് ദിസ് മൂവി ആൻ എൻറ്റയർ, എന്താ പറയുക, ദർ ഇസ് നോ വേർഡ്സ് ഫോർ us ടു ഡിസ്ക്രൈബ്, ബിക്കോസ് അത്രയും ഒരു ബ്യൂട്ടിഫുൾ എലമെന്റ് ആണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തത്. ഫ്രം യുവർ 89th മൂവി ചെറിയൊരു ഗ്യാപ്പ് എടുത്തു, യു കെയിം ബാക്ക് വിത്ത് എ ബിഗ് ബാങ് ആൻഡ് ട്രസ്റ്റ് മീ എവറിബഡി ലവ്ഡ് ഇറ്റ്. സോ വി വോണ്ട് ടു നോ വാട്ട് യു എക്സ്പീരിയൻസ്. ഈ ഒരു മൂവി എടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു യുവർ എക്സ്പീരിയൻസ് വിത്ത് ദ എൻറ്റയർ ടീം, ഇവരൊക്കെ ഒപ്പം എത്രത്തോളം ഫൺ ആയിരുന്നു എന്നൊക്കെയാണ് ഞങ്ങൾക്ക് ഇനി അറിയേണ്ടത്. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അനോമി ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മൂവി തന്നെയാണ്. ഇത് എൻ്റെ സിനിമ അല്ലെങ്കിൽ വേറൊരു ആക്ടറിൻ്റെ സിനിമ എന്നൊന്നുമില്ല. ഇത് കംപ്ലീറ്റ്ലി റിയാസ് മാറാത്തിൻ്റെ സിനിമയാണ്. റിയാസിൻ്റെ സിനിമയിൽ ഞങ്ങളെല്ലാവരും ക്യാരക്ടേഴ്സായി വരുന്നു എന്ന് മാത്രം. സോ ഒരിക്കലും ഇത് ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ഫിലിമാണെന്നോ അല്ലെങ്കിൽ ഒരു മെയിൽ ഓറിയൻറ്റഡ് ഫിലിം അങ്ങനെയൊന്നും ഞങ്ങൾ എവിടെയും അവകാശപ്പെട്ടിട്ടില്ല. ഇത് ഈ കഥകൾ ഞങ്ങളെ ആകർഷിച്ചതും എനിക്ക് തോന്നുന്നു ഈ ക്ലൈമാക്സും അതിന് മുൻപ് വരുന്ന ട്വിസ്റ്റും ഒക്കെ തന്നെയാണ്. അപ്പം അത് വർക്കൗട്ട് ആയി എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് കിട്ടുന്ന മെസ്സേജുകളും അല്ലാതെ വരുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെ നമുക്ക് കാണുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് കണക്റ്റായ ആ ഒരു ഫാക്ടർ ഓഡിയൻസിന് കണക്റ്റായി എന്ന് തന്നെയാണ്. നമ്മൾ ഈ ഒരു സിനിമയിൽ നമുക്ക് ഇപ്പോൾ ഒരു 2 മണിക്കൂർ സിനിമയാണെങ്കിൽ 2 മണി ആദ്യത്തെ മിനിറ്റ് തൊട്ട് അവസാനത്തെ മിനിറ്റ് വരെ എല്ലാം കണക്റ്റ് ആവണമെന്നില്ല. പക്ഷെ അതിൽ കണക്റ്റ് ആവേണ്ട മെയിൻ സംഭവം ശരിക്കും പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒക്കെ തന്നെയാണ്. അപ്പം അതിൻ്റെ ആ ട്വിസ്റ്റ് വർക്കായി എന്ന് വരുന്ന കമൻസ് ശരിക്കും ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കമൻസുകളാണ്. അപ്പം അതിൽ ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് ടെക്നിക്കൽ ക്വാളിറ്റീസുള്ളൊരു മൂവിയാണ്. അത് ഇവിടെ സിനിമ തിയേറ്ററിൽ പോയി കണ്ടവർക്ക് മനസ്സിലാവും, കാണാത്തവർ പ്ലീസ് ഗോ വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റേഴ്സ്. കാരണം ഞങ്ങളിപ്പോൾ ഈ അടുത്തൊരു പോസ്റ്റ് ഇപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ കണ്ടേ ഉള്ളൂ, അതിൽ ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു, ആൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റില്ല. സോ ഈ സിനിമ ഇനി OTT-യിൽ വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ട അയ്യോ ഇത് ഞങ്ങൾ തിയേറ്ററിൽ കണ്ടില്ലല്ലോ എന്നുള്ളൊരു മിസ്സിങ് വരാതെ ഇരിക്കട്ടെ. ബിക്കോസ് ഇത് 100% തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂവിയാണ്. കാരണം അങ്ങനത്തെ ഒരു വിഷ്വൽ ഒരു മാജിക് ഇതിലുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പ്രസ് മീറ്റിൻ്റെ ഇത് വെച്ചത്. എനിക്ക് ഡെഫിനറ്റ്ലി നല്ല അനുഭവമായിരുന്നു. ഈ ക്യാരക്ടറും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ കഥയും അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്തൊരു പ്രോജക്റ്റ് തന്നെയാണ്. അതിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു റെസ്പോൺസിൽ നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇതൊരു കുറച്ച് എന്താ പറയുക എപ്പോഴും വരുന്ന ഒരു സിനിമയല്ല ഇത് ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു സിനിമയാണ്. ഇത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളിൽ നിന്ന് അയ്യോ അതുപോലെ ആയില്ല ഇതുപോലെ ആയില്ല അങ്ങനെയുള്ളൊരു മൂവിയേ അല്ല. ഇത് തീർച്ചയായിട്ടും ആൾക്കാരെ സർപ്രൈസ് ചെയ്യുന്ന ഇതുവരെ മലയാളത്തിൽ നമ്മൾ ട്രൈ ചെയ്യാത്ത എലമെന്റ്സ് ഉള്ള സിനിമയാണ്. നമ്മൾ തന്നെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ചളിപ്പാണ്. പക്ഷെ വരുന്ന പോസ്റ്റുകളിൽ നിന്നും കമന്റുകളിൽ നിന്നും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും സെയിം സംഭവം തന്നെയാണ് ആൾക്കാരും പറയുന്നത്. അത് ഓഡിയൻസിന് കണക്റ്റ് ആയി എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ്. സോ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഫോർ ഷുവർ. അതൊന്നും ഒരിക്കലും നിങ്ങൾ ഇത് തിയേറ്ററിൽ കണ്ടില്ലെങ്കിലും എന്താണെന്നുള്ളൊരു ഫീൽ എന്തായാലും വരില്ല. അത് ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു. യെസ്, സോ ഇനി ഞാൻ മാത്രം ചോദ്യം ചോദിച്ചാൽ മതിയാവില്ല. ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യുവാണ് നിങ്ങളോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇതിൽ മൂവി കണ്ടവരുണ്ട്, ഇനി കാണാൻ പോകുന്നവരുണ്ട്. സോ സർപ്രൈസ് എലമെന്റ്സ് ഉണ്ട് ഇവർക്ക് ചിലവർക്ക്, പിന്നെ ഫീഡ്ബാക്ക് ആയിട്ടുള്ള കാര്യങ്ങളും പറയാനുണ്ട്. അപ്പം ദ ഫ്ലോർ ഇസ് ആക്ച്വലി ഓപ്പൺ ഫോർ ഓൾ ഓഫ് യു ടു ആസ്ക് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ദ മൂവി. അപ്പം മൂവിയുടെ എക്സ്പീരിയൻസും കഥകളും എല്ലാം ഷെയർ ചെയ്യാനായിട്ട് ഇവർ റെഡിയാണ്. സോ ഓവർ ടു ദ മീഡിയ ക്രൂ ഓവർ ഹിയർ. മലയാളത്തിൽ
അത് കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷെ ആദ്യത്തെ എനിക്ക് പ്രൊഡ്യൂസർ മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ച് കുറെ കാലം ഒരുമിച്ചുള്ള എൻ്റെ ഫ്രണ്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ കഥ വർക്ക് ചെയ്യുമ്പോൾ തൊട്ടേ ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് വിഷ്വൽസ് ഫോം ആവുന്നത് പോലെ തന്നെ ആ ഒരു മീറ്ററിൽ തന്നെ ആയി വന്ന ഒരാളാണ് ആദ്യത്തെ. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അധികം ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് നമ്മൾ ഈ പറയുന്നതിൽ നിന്ന് മാറിയിട്ട് ഇപ്പം നമ്മൾ കാണുന്ന വിഷ്വലിലോട്ട് എങ്ങനെ വരും എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് എഗ്വൈറ്റ് ആണ്. എഗ്വൈറ്റ് VFX ടീമാണ് നമുക്ക് ചെയ്തത്. അവരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ടെക്നിക്കൽ ക്വാളിറ്റി ഇപ്പം നമ്മൾ കാണുന്ന ഒരു വിഷ്വലിലോട്ട് എത്തിക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ തൗഫീഖ്, അർഷാദ് എന്നൊക്കെ പറയുന്ന നല്ല കഴിവുള്ള ശ്രീരാജ് അവരൊക്കെയാണ് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ എത്തി നമ്മളെന്നുള്ളതാണ്. റിസർച്ച് ഈ ഇങ്ങനൊരു കഥ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഇതിന് വേണ്ട മെറ്റീരിയൽസിലൂടെയും കുറച്ച് അതിനെ സഹായിക്കുന്ന ബുക്സിലൂടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഫൈ ആണ്, നമ്മളെപ്പോഴും വലിയൊരു ഫിക്ഷൻ ഉണ്ട് കൃത്യമായിട്ട്, അല്ലാണ്ട് ഒരു പ്യുവർ സയൻസ് എന്നുള്ള രീതിയിലല്ല നമ്മൾ അതിനെ വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിലുള്ള നമ്മുടെ ഫിക്ഷൻ കൂടെ ഉൾപ്പെടുത്തി ആണ് അതിന്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസർച്ച് കുറച്ച് ഉണ്ടായിട്ടുണ്ട്. ബാക്കി ടെക്നിക്കലി ഇതൊരു വെൽ ഫിറ്റ് ആയിട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു ചാലഞ്ച്. അത് ഏറെക്കുറെ ഈ ക്ലൈമാക്സ് നന്നായി എന്ന് പറയുന്ന കമന്റിലൂടെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ഇന്നലെ ഒരാൾ പറഞ്ഞ റിവ്യൂ പടം വളരെ നന്നായിട്ടുണ്ട്, ഭയങ്കര മലയാളത്തിൽ നേരെ കാണാത്ത രീതിയിലുള്ള കൺസെപ്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ അതിനോട് കൂടി അയാൾ ആഡ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി ബഡ്ജറ്റ് തരികയാണെങ്കിൽ ഇതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്ന റിവ്യൂ. ഇതിലും ബഡ്ജറ്റ് അല്ല, അത് സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിനെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു എൻഡ് പോർഷനിൽ ക്ലൈമാക്സിൽ ഒരു ചെറിയ മീൻസ് ഒരു ആവശ്യത്തിനുള്ള ഒരു ഏരിയ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചിരിക്കുന്ന ആ വിഷ്വൽ പരിപാടി എന്ന് പറയുന്നത് അതിന്റെ വലിപ്പം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു സിനിമയായി. ഇപ്പൊ അത് നമ്മളൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ കാണുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. അതല്ലാതെ അങ്ങനെ ഒരു സിനിമ വേറെ തന്നെ ഒരു മുഴുവൻ സിനിമ ആലോചിച്ചുകൂടെ എന്നൊക്കെ തോന്നുന്നൊരു തോട്ടിൽ വരുന്നതാണ് അങ്ങനത്തെ ഡിസ്കഷൻ. എനിക്ക് തോന്നുന്നു നല്ലതാണ് അങ്ങനത്തെ ഡിസ്കഷൻസ്. നമുക്ക് ഇതിനൊരു സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്കല്ലെങ്കിലും വേറെ ആളുകൾക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു പ്രചോദനമായിരിക്കും തോന്നുന്നു എനിക്ക്. അപ്പോൾ VFXന് അത്രയും സാധ്യതകളുണ്ട്. പ്യുവർ VFX എന്ന് മാത്രം പറയാൻ പറ്റില്ല. അത് നമ്മൾ മിനിയേച്ചർ വെച്ച് ഷൂട്ട് ചെയ്തെടുത്തതാണ്. അതിൽ കുറേ സംഗതികൾ മിനിയേച്ചർ ഷൂട്ട് നടത്തി പിന്നെ അതിനെ VFXലോട്ട് കൊണ്ടുപോയി അങ്ങനെ എൻഹാൻസ് ചെയ്തതാണ്. അത് VFX ആണ് അതിൽ കൂടുതലുള്ളത്. പക്ഷെ അതിന് ഇങ്ങനൊരു ബിഹൈൻഡ് വർക്കും കൂടെ അതിൻ്റെ പുറകെ ഉണ്ട്. ഈ റഹ്മാൻ സാറും ഭാവന ചേച്ചിയുള്ള കോംബോ എങ്ങനെ വന്നു? റഹ്മാൻ സാർ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ 1000 ബേബീസ് ചെയ്യണ സമയത്ത് സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു പോലീസ് വേഷം ചെയ്യാൻ തയ്യാറല്ലാന്ന്. അപ്പൊ റഹ്മാൻ സാറിനെ എങ്ങനെ കണ്ടു? ആക്ച്വലി 1000 ബേബീസിന്റെ കഥ കേട്ട് പുള്ളി അത് കമ്മിറ്റ് ചെയ്തിരുന്ന് ഷൂട്ട് തുടങ്ങിയിട്ടില്ല. അതിന്റെ ആ സമയത്താണ് ഞങ്ങൾ ചെന്ന് കഥ പറയുന്നത്. അപ്പൊ ഇതേ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഫുൾ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുത്തു പുള്ളിക്ക്. പിന്നെ അദ്ദേഹം വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു ഓറ സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറേ സംഗതികൾ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ കൃത്യമായിട്ടുണ്ട്. സോറി. അപ്പോൾ അതായിരിക്കും അദ്ദേഹത്തിന് കൺവിൻസിങ് ആയി ഉണ്ടായിരിക്കാൻ തോന്നുന്നു. പിന്നെ ഇതിന്റെ DOP സുജിത് സാരംഗാണ്. സുജിത് സാരംഗാണ് നമ്മുടെ ധ്രുവങ്ങൾ 16 സിനിമ അദ്ദേഹത്തെ വെച്ചിട്ട് തന്നെ പുള്ളി അതിൻ്റെയും DOP സുജിത് സാരംഗാണ്. ധ്രുവങ്ങൾ 16. അപ്പൊ ആ ഒരു കണക്ഷനും അതിൽ കിട്ടുന്ന ഒരു ഗ്യാരണ്ടി ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അതെല്ലാം കൂടെ വർക്കായി വന്നുകൊണ്ടാണ് പുള്ളി ശരിക്കും ഈ കൺസെപ്റ്റ് ഒറിജിനലി പോസിബിൾ ആണ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം, അത് കഴിയട്ടെ. താങ്ക് യു. Hello. My question is to the director. There were some underwater shots which were like very beautiful and impact that we have not seen before. Can you share your challenges, how it was shot? It was like something you have not seen before. അണ്ടർ വാട്ടർ ആക്ച്വലി ഞങ്ങള് ഡയറക്ടർക്ക് വലിയ ചലഞ്ച് ഒന്നും ഇല്ലായിരുന്നു.
ഷെബിന് നല്ല ചലഞ്ചായിരുന്നു. അതെ, നമുക്കത് ഷൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ മുംബൈയിലാണത് ഷൂട്ട് ചെയ്തത്. കാരണം ഇവിടെ അത്രയും ഡെപ്ത് ഉള്ള ഷൂട്ടിംഗ് പോസിബിലിറ്റി ഉള്ള പൂൾസ് കുറവായിരുന്നു. അപ്പൊ അവിടുന്ന് എനിക്ക് അദ്ദേഹത്തിന് നമ്മുടെ ടെക്നീഷ്യൻ മറന്നു, മുകേഷ് അല്ലേ, അങ്ങനെ ഒരു DOP എടുത്ത് അവിടെ മുംബൈയിലാണ് ഷൂട്ട് ചെയ്തെടുത്തത്. അവിടെ ഇത്രയും ആ ഒരു ഡെപ്ത് ഒക്കെ ഫീൽ ചെയ്യാൻ, ഒരുപാട് ഡെപ്തിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ മാത്രം നമുക്ക് അങ്ങനത്തെ ഷോട്ട്സ് കിട്ടുള്ളൂ എന്നാണ് ഞങ്ങൾ DOP പറഞ്ഞത്. അപ്പോൾ അതിന് പറ്റുന്നൊരു സ്ഥലം സെറ്റ് ചെയ്തെടുത്ത് അവിടെയാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ ഇവരാണ് അതിനകത്ത് മുങ്ങിക്കൊണ്ടിരുന്നത്. ഇവരാണ് ശരിക്കും ചാലഞ്ച് നേരിട്ടത്. ആക്ച്വലി വെള്ളം കുടിച്ചു. ഷെബിന് പിന്നെ സ്വിമ്മിങ്ങും അറിയില്ല. അതെ, എന്തോ സെലിബ്രിറ്റി ഷോയിൽ മഞ്ചേച്ചിയും ഒരു പടം കണ്ടായിരുന്നു. അപ്പൊ അവരുടെ റെസ്പോൺസ് ഒക്കെ ഉണ്ടാവും. മഞ്ചേച്ചി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിരുന്നു ഇത് കണ്ടതിനകത്ത് പറഞ്ഞത്. നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ മഞ്ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെ അതെ അതെ, എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴും ടീസർ കണ്ടപ്പോഴും ഈവൻ സോങ്സ് കണ്ടപ്പോഴൊക്കെ എനിക്ക് മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, എന്തായാലും കാണുന്നുണ്ട്, നാളെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരിട്ട് ചോദിക്കാം. അതേപോലെ ഇപ്പം ഇതിനകത്ത് പറയുന്നുണ്ട് റീ ഇൻട്രൊഡ്യൂസിങ് ഭാവന. അപ്പൊ നമ്മളൊരു കഥ, ഒരു ഡയറക്ടർ ഒരു പ്രൊഡ്യൂസർ വന്നൊരു കഥ കൺവിൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു ടൈറ്റിലാണ് ഭാവനയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മൈൻഡ് വന്നൊരു കാര്യം എന്തായിരുന്നു? നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഏകദേശം നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നടക്കുന്ന സമയത്താണ് ഇവരിങ്ങനെ ഒരു ഐഡിയ ചോദിച്ചത്. അതിന് എനിക്ക് പ്രശ്നമൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു കൈൻഡ് ഓഫ് ഒരു റോളും ക്യാരക്ടറും ഒക്കെയാണ്. അത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ വെച്ചോട്ടേയും ചോദിച്ചു, ഞാൻ വെച്ചോളാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. നമ്മളിപ്പം നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ ചെയ്ത കഥാപാത്രങ്ങൾ, ചെയ്യാൻ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവും. അപ്പം ഓരോ എക്സ്പെരിമെന്റ്, ഇതൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. അപ്പം മലയാള സിനിമ ഇപ്പോൾ പുതിയ സിനിമ ഇപ്പം ഇനി മസ്കിക്ഷമാറിന് ഇറങ്ങാൻ പോകുന്നു. അങ്ങനെ വേറൊരു ലെവൽ എക്സ്പെരിമെന്റൽ സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയൊരു സിനിമ ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു എക്സ്പെരിമെന്റൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ എക്സ്പെരിമെന്റ് സിനിമകൾ വരുന്നത് നല്ലതാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്നൊരു പുതിയ സാധനം കൊണ്ടേ കൊടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് എന്നാവും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് അത് അന്നത്തെ ആ ഫിലിം അങ്ങനെ നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു തോട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സ്പെരിമെന്റൽ മൂവീസ് എപ്പോഴും വെൽക്കം ചെയ്യുന്ന വളരെ ഇവോൾവ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ. അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി. കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ ശരിയാണ്, എല്ലാ തിരക്കുകളും മാറ്റി വെച്ച സിനിമ കാണാൻ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ ആ ഒരു പുതിയതാണെങ്കിലും എക്സ്പെരിമെന്റ് ആണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് കണ്ടു നോക്കാനുള്ള ഒരു ഓഡിയൻസ് നമുക്കുള്ള ഒരു ഉറപ്പിന്റെ മേലെയാണല്ലോ നമ്മൾ ഈ പടങ്ങൾ കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും നല്ല കാര്യമാണ് അത്. അതേപോലെ മലയാളികൾ എല്ലാ ടൈപ്പ് സിനിമകൾ കാണുന്ന, എൻജോയ് ചെയ്യുന്ന, ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളാണ് മലയാളികൾ എന്ന് പറയുന്നത്. അപ്പം സൈഫൈ സിനിമകൾ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഹോളിവുഡ്, ബോളിവുഡ് സിനിമകളാക്കി നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. മലയാളത്തിൽ ഇപ്പോൾ അതിപ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് ആയി എന്താ പറയുക, ഇച്ചിരി പരിചയപ്പെടുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ആളുകൾ ജഡ്ജ്മെന്റിലാവും, എത്രത്തോളം കണക്റ്റഡ് ആവും എന്നൊരു തോട്ടുണ്ടായിരുന്നു? അല്ല, അങ്ങനെ ആലോചിച്ച് നമുക്ക് ഒരിക്കലും ഒരു സ്ക്രിപ്റ്റ് ചെയ്യാനേ പറ്റില്ല. കാരണം എൻഡ് ഓഫ് ദി ഡേ നമുക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ചെയ്യുക. ബാക്കി നമ്മുടെ ടീമിനെല്ലാം കൺവിൻസിങ് ആണ്. പിന്നെ അത് അപ്പം നമ്മൾ അധികം അതിൽ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാൻ നിന്നാൽ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊരു സൈഫൈ മൂവി നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സൈഫൈ എലമെന്റ് ഉണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തെടുത്തത് കൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സ് ഞെട്ടിച്ചു അല്ലെങ്കിൽ ക്ലൈമാക്സ് പൊളിയായിരുന്നു എന്നുള്ളൊരു റിവ്യൂ വരുന്നത്. അപ്പോൾ അതിന് ഐ തിങ്ക് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഡയറക്ടർ. അപ്പം നോർമലി ഇങ്ങനൊരു ചിത്രം ചെയ്യുന്ന സമയത്ത് പറഞ്ഞ പല പ്രേക്ഷകർ പല വ്യൂവിലായിരുന്നു കാണുന്നത്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ ചിലർക്ക് ലാഗായിട്ട് ഫീൽ ചെയ്യുന്നു, ചിലർക്ക് അത് സ്ലോ പേസ് ആണ്, ചിലർക്ക് ഈ പറഞ്ഞ പോലെ അത് അവസാന നിമിഷം ഒരു കഥ തുടക്കം തൊട്ടുള്ള അവസാനം വരെ എത്തിക്കുന്ന അതിലെ സംഭവങ്ങളാണല്ലോ, ഓരോ ഡോട്ട്സ്. അപ്പം ഇത് ഓരോ സെക്കൻഡ് അത് പ്രേക്ഷകൻ ഇട്ട് കൊടുക്കണമല്ലോ അടുത്തത് എൻഗേജിങ് ആവാൻ. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്റെ പ്രേക്ഷകൻ ഇത് കണക്റ്റഡ് ആവണം, അല്ലെങ്കിൽ ഇത് കുറച്ച് പിന്നീട് ചിന്തിക്കാവുന്ന ലെവലിൽ ഇപ്പൊ എക്കോ ഒക്കെ അപ്പം എത്രത്തോളം ആ തോട്ട് പ്രോസസിങ് ഉണ്ടായിരുന്നു? അല്ല, എന്താ പറയുക, ഇത് നമ്മളൊരു റൈറ്റിങ്ങിലോട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കിങ്ങിലോട്ട് പോകുമ്പോഴും നമുക്ക് അതിൻ്റെ ടോട്ടൽ പ്രോസസ്സിൽ ഇത് പ്രേക്ഷകർ എങ്ങനെ കണക്ട് ചെയ്യും,
കണക്ട് ആവും എന്ന് മാത്രം ആലോചിച്ച ഒരു ക്രിയേഷൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയില്ല, നമ്മളെപ്പോഴും ആ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ഫിലിം മേക്കിംഗ് രീതിയിലോട് എങ്ങനെ ഈ കഥ എങ്ങനെ പറയണം എന്നുള്ളൊരു ജസ്റ്റിഫിക്കേഷനിൽ മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മറ്റൊരു ഹോപ്പാണ് അത് പ്രേക്ഷകർ അത് ഈ രീതിയിൽ എടുക്കും എന്നുള്ളത്. അത് മാത്രം കോൺഷ്യസ് ആയിട്ട് നോക്കിയിട്ട് നമുക്കൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാണ് നമ്മളെപ്പോഴും ഒരു സിനിമ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ട്, നമ്മൾ എഴുതുമ്പോൾ ഇതിനൊരു ക്ലൈമാക്സ് ഉണ്ട്. ഇത് വന്ന് നിൽക്കേണ്ട രീതി ഇങ്ങനെയാണ്, ഇതിൽ മേ ബി ഇങ്ങനത്തെ ചില ട്വിസ്റ്റുകൾ ഉണ്ടായിരിക്കാം. അത് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ ക്ലൈമാക്സിലോട്ടാണ് ഇത് ട്രാവൽ ചെയ്യണം എന്നുള്ളത് റൈറ്റർ എന്നുള്ള രീതിയിൽ നമുക്കത് അറിയാം. അപ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫസ്റ്റ് ഹാഫും അതിനെ എലിവേറ്റ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ഹാഫും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ആലോചിക്കുക. പിന്നെ ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നുന്നത് ഒരു സൈക്കോളജിക്കലി ഇല്ലായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റർബിങ് മൈൻഡിലുള്ള ഒരാളുടെ പ്രശ്നങ്ങളും പെയിനുമാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളുടെ മൈൻഡ് സെറ്റ് ഒരു ഓഡിയന് കണക്ട് ആവണമെങ്കിൽ അവരും കുറച്ചൊന്ന് ഡിസ്റ്റർബ്ഡ് ആവണം, അല്ലെങ്കിൽ അയാളുടെ വോയിസസും അയാളുടെ ഇന്നർ ഫീലിങ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ആളുകൾക്ക് ഫീൽ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഒരു നല്ല ക്ലൈമാക്സ് എന്ന് പറയുന്ന വിഷ്വലിലോട്ട് കൊണ്ടുപോകുമ്പോൾ അതൊരു ജസ്റ്റിഫിക്കേഷൻ ആവുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിൽ അങ്ങനെയുള്ള ഒരു ട്രാവലാണ് ഈ സിനിമ. ഒരിക്കലും എനിക്ക് തോന്നുന്നത് എപ്പോഴും മേ ബി ഞാനടക്കമുള്ള ആളുകളുടെ ഒരു ഇതായിരിക്കാം, ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു വിലയിരുത്തലിലോട്ട് വരും. എനിക്കറിയില്ല, നമ്മളൊരു റൈറ്റിങ്ങിലോട്ട് സമീപിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. നമ്മളൊരു സിനിമയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ സിനിമ ഉറപ്പായിട്ടും ആളുകൾക്ക് ലാഗ് വന്ന ആളുകൾ ലാഗ് എന്ന് പറയും. പക്ഷെ ചില സിനിമകൾക്ക് ആ ലാഗ് ഒരു ആവശ്യമായിരിക്കും. അതൊരു ക്രിയേറ്ററെ സംബന്ധിച്ചാണ് കേട്ടോ. ഓഡിയനെ സംബന്ധിച്ച് അത് ലാഗ് ആണെങ്കിൽ അങ്ങനെ തന്നെ പറയാനുള്ള അവകാശം അവർക്കുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ സെക്കൻഡ് ഹാഫ് ഇത്രയും പേസ് ഉണ്ടെന്നും ക്ലൈമാക്സ് നന്നായെന്നും പറയുന്നത് ഇങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു. അനോമയിൽ നോക്കി കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ടും രംഗത്ത് വന്നിട്ടുണ്ട്. സോറി, ആർട്ടിസ്റ്റിനെക്കാട്ടിലും ഉപരി അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ആവാൻ ഏത് മൊമെന്റിലാണ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്? അതേപോലെ തന്നെ ആർട്ടിസ്റ്റിനെക്കാട്ടിലും ഉപരി പ്രൊഡ്യൂസറായിട്ട് അനോമിയുടെ സെറ്റിൽ എത്രത്തോളം ഷോ ഇറക്കാൻ സാധിച്ചിട്ടുണ്ട്? ആക്ച്വലി ഒരു ഷോ ഇറക്കിയിട്ടില്ല, കാരണം ഞാൻ തന്നെ അത് മറന്നുപോകും. കാരണം അതെ, ഇത് ഞാനൊരു ആക്ടർ എന്നുള്ള രീതിയിൽ കമ്മിറ്റ് ചെയ്തൊരു സിനിമ തന്നെയാണ്. നമ്മൾ എടുത്ത് കഥ കേട്ട് ഇഷ്ടപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് വായിച്ച് അപ്പോൾ അതിന് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് നമ്മൾ ഈ മൂവി നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത് ആക്ടർ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് നമ്മൾ പടം കഴിഞ്ഞ് ഒരു 1 സ്കെഡ്യൂൾ കഴിഞ്ഞിട്ടാണ് ഇവർ ആദിത്തും റിയാസും ഇങ്ങനെ ഒരു തോട്ട് തരുന്നത്, ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമാവാൻ എങ്ങനെയാണ് താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ. അതത്ര ഭയങ്കര സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടൊന്നുമല്ല, ഇവർ വെച്ച വിഷ്വൽസിൽ വന്നൊരു കോൺഫിഡൻസിലാണ് നമ്മൾ വൈ നോട്ട് കൊള്ളാമെന്ന് നമ്മൾ വിചാരിച്ചതിനേക്കാൾ നന്നായി വരുന്നുണ്ട്. അങ്ങനെയാണ് ഞാനിതിൽ അങ്ങനെ പ്രൊഡക്ഷൻ സൈഡിൽ കൂടി ഇന്നാവുന്നത്. പക്ഷേ ഷോ ഒന്നും ഇറക്കിയിട്ടില്ല, കാരണം നേരത്തെ പറഞ്ഞ പോലെ പകുതി സമയത്ത് മറന്നു പോകും, കാരണം ഇത് പരിചയമില്ലാത്തൊരു കാര്യം ആയതുകൊണ്ട്. രണ്ടാമതായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള ടെൻഷനോ ഒന്നും അതിന് വേണ്ടി അറിയേണ്ടി വന്നിട്ടില്ല. എല്ലാം ആദിത്യ വിൽ ടേക്ക് കെയർ, ആദിത്താണ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തിരുന്നത്. എനിക്ക് അങ്ങനെ പോയിട്ട് ആരെങ്കിലും കാണുകയും മീറ്റ് ചെയ്യുകയും അങ്ങനെ ചെയ്യേണ്ടി ഇങ്ങനെ അങ്ങനെയൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ അതേപോലെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് അനോമി വരെ നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം ആ ഒരു വ്യത്യാസം ഭാവന എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കൂടുതലും നല്ല മാറ്റങ്ങളാണ്. അതായത് പിന്നെ കുറേ കാലം വരെ നമ്മുടെ സിനിമ ഒരു 3 പോയിന്റിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുമായിരുന്നു, ഒരു നായകൻ, ഒരു നായിക, ഒരു വില്ലൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ നിന്നൊക്കെ മാറി 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 ഇപ്പോൾ ഒരു കഥ, അതിലെ കഥാപാത്രങ്ങൾ, അങ്ങനെയായി സിനിമ. അതിൽ ഭയങ്കര നല്ല ചേഞ്ചാണ്. കാരണം നായകൻ നായിക സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അവസാനം നായകൻ ജയിക്കും, വില്ലൻ സൈഡ് ആവും എന്നുള്ളത് നമുക്ക് അറിയാം, എങ്കിലും നമ്മൾ കാണും. അതിൽ വ്യത്യസ്തമായ സിനിമകൾ ഒരുപാടുണ്ടെങ്കിൽ പോലും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് വളരെ കുറവായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെരിമെൻ്റൽ ഫിലിംസ് വരുന്നു, നമ്മളെ സർപ്രൈസ് ചെയ്യിക്കുന്ന കുറേ എലമെൻറ്റ്സ് വരുന്നു. ഇപ്പോൾ മലയാളം സിനിമ എന്ന് പറയുന്നത് തമിഴന്മാർ, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഈവൻ മറ്റേ പാകിസ്ഥാനി ആക്ടേഴ്സ് വരെ സംസാരിക്കുന്നു മലയാള സിനിമയെ വെച്ച്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്രയും യുണീക്കായിട്ടുള്ള ഐഡിയാസ് നമ്മൾ കൊണ്ടുവരുന്നതുകൊണ്ടാണ്. അത് നല്ല കാര്യമാണ്. അറ്റ് ദ സെയിം ടൈം ഒരു ചെറിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് OTT മൂവീസ് വരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഒരു ലേഡ് ബാക്ക് മനോഭാവമുണ്ട്. OTT വരുമ്പോൾ കാണാം. അത് ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ പലർക്കും
അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്, തിയേറ്റർ ഓണേഴ്സിന് കിട്ടുന്ന ഒരു ചെറിയൊരു അടിയാണ്. അപ്പോൾ അത് ഒരു ചെറിയൊരു മൈനസും ബാക്കി ഒരു വലിയ കുറേ പോസിറ്റീവ്സും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അപ്പോഴും ഈ നല്ല മൗത്ത് പബ്ലിസിറ്റി, കാരണം നമ്മുടെ പടത്തിൽ അങ്ങനെ പറയാൻ സൂപ്പർ സ്റ്റാർസ് ഒന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പടത്തിൽ നമ്മളെല്ലാവരും ക്യാരക്ടേഴ്സായിട്ട് അഭിനയിക്കുന്നു. സൂപ്പർ വുമൺ ആണ്. അപ്പം അങ്ങനെ ഒരു ഇതില്ലാത്തതുകൊണ്ട് അവർ സിനിമയായിട്ട് കാണാൻ വരിക, ഇതൊരു നല്ല സിനിമയാണ്, ഇത് ഭാവനയുടെ സിനിമയോ റഹ്മാന്റെ സിനിമയോ അങ്ങനെയൊന്നുമല്ല, ഇതൊരു നല്ല സിനിമ. ഒരു പുതിയ ഡയറക്ടറാണ്, അദ്ദേഹം ആദ്യമായി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതിൽ ആകെ കൂടെ നമ്മൾ കേട്ട ഒരു കാര്യം ഫസ്റ്റ് ഹാഫിൽ ചെറിയ ലാഗ് ഉണ്ട് എന്നാണ്. ഇവിടെ 10 സിനിമ കഴിഞ്ഞ ഡയറക്ടേഴ്സിന്റെ സിനിമയിൽ കേൾക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇത്തിരി ലാഗ് ഉണ്ട്. പക്ഷെ ലാഗ് എന്ന് പറയുന്നത് നേരത്തെ അദ്ദേഹം അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഒരു പുതിയ സംവിധായകൻ അത് നമുക്ക് ഒരു വലിയ കുറ്റമോ കുറവോ ആയിട്ട് ഞാൻ കാണുന്നില്ല, എനിക്ക് പ്രേക്ഷകരും അങ്ങനെ കാണുന്നില്ല. പക്ഷെ ഓഫ്കോഴ്സ് അവർ കാണുമ്പോൾ അവരുടെ ഒരു ഇത് പറയുകയാണ്, ഒരു ഫീഡ്ബാക്ക് പറയുകയാണ്. പക്ഷെ ആ ഒരു ആദ്യത്തെ സിനിമയിലത്തെ ഡയറക്ടർ തന്നെയാണ് ഇത്രയും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ഒരു ട്വിസ്റ്റും കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ബേസിക്കലി ഇവിടെ എത്ര പോസിറ്റീവ് ഉണ്ടെങ്കിലും ഒരു ചെറിയ നെഗറ്റീവിലേക്ക് പിടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കുള്ളിൽ ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം. പക്ഷേ ഈ മൂവി നേരത്തെ ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറഞ്ഞ പോലെ ഞാൻ അഭിനയിച്ചുകൊണ്ട് നിങ്ങൾ പോയിട്ട് ഈ സിനിമ കാണണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. സിനിമ നല്ലതാണെങ്കിൽ തന്നെ ഓടുകയുള്ളൂ, സിനിമ നല്ലതാണെങ്കിൽ തന്നെ ആൾക്കാർ കാണുകയുള്ളൂ. അല്ലാതെ മോശം സിനിമയാണെങ്കിലും നിങ്ങൾ കണ്ട് വിജയിപ്പിക്കണം എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് വരുന്ന റിവ്യൂസാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. ഞങ്ങൾ ആരെയും കൊണ്ടും പറയിപ്പിക്കുന്നതല്ല. അവർ തരുന്ന നമ്മൾ വിചാരിച്ച സാധനങ്ങൾ വർക്കാവുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ്, അത് ആൾക്കാർക്ക് വർക്കാവുന്നത് കൊണ്ട് ഇത് നമ്മൾ സ്പ്രെഡ് ആക്കുക, അല്ലെങ്കിൽ ഇത് വിസിബിലിറ്റി കൂടുതൽ ഉണ്ടാക്കുക, ഇങ്ങനെ ഒരു മൂവിയിൽ ഇങ്ങനെ സംഭവങ്ങളുണ്ട് എന്നുള്ളത് പുറത്ത് വരിക എന്നുള്ളതാണ് ഇനി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അതേപോലെ ഇന്നലെ അനോമി തിയേറ്റർ വിസിറ്റ് നടത്തിയപ്പം ഒരുപാട് പ്രേക്ഷകർ ഭാവനെ നേരിട്ട് കണ്ടിട്ട് അവരുടെ സ്നേഹമൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ ഓഡിയൻസ് ഭാവനെ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ ഒരുപാട് ഫിലിം മേക്കേഴ്സ് ആണെങ്കിലും ഭാവനെ വെച്ച് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു കംബാക്കിന് ശേഷമുള്ള ഭാവനെ എത്തരത്തിലുള്ള കഥാപാത്രങ്ങളായിട്ടാണ് സമീപിക്കുന്നത്? ഭാവന അല്ലെങ്കിൽ എത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനായിരിക്കും കൂടുതൽ താല്പര്യപ്പെടുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിങ്ങനെ കംബാക്ക് എന്നൊന്നും പറയുകയില്ല, ഞാൻ അങ്ങനത്തെ ഒരു വാക്കേ ഉപയോഗിക്കില്ല. കംബാക്കാണ് എൻ്റെ കംബാക്ക് ഒന്നുമില്ല. ഞാൻ കുറച്ചു കാലം മുമ്പ് സിനിമയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഈ സിനിമ, ഈ ക്യാരക്ടർ, ഈ പ്രോജക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ ചെയ്തു. പക്ഷെ ഈ സിനിമ ഇനി വന്നതുകൊണ്ട് ഞാനിനി അടുത്ത മാസം തന്നെ അടുത്ത സിനിമ ചെയ്യും, അതിൻ്റെ അടുത്ത മാസം എനിക്ക് റിലീസ് അടുത്തുണ്ടാവുമെന്നൊന്നും ഞാൻ പറയില്ല. എനിക്ക് ഒരു മേക്കറിന് അല്ലെങ്കിൽ ഒരു ഡയറക്ടറിന്, ഒരു ഫിലിം മേക്കറിന് ഇത് ഭാവന ചെയ്താൽ കറക്റ്റായിരിക്കും എന്നുള്ളൊരു ക്യാരക്ടർ വരുമ്പോഴേ അവരെന്നെ വിളിക്കുകയുള്ളൂ. അല്ലാതെ ഭാവന ഇപ്പോൾ ഒരു കംബാക്ക് നടത്തിയ കാരണം അടുത്ത സിനിമയിൽ ഭാവനയെ ഞാൻ വിളിച്ചേക്കാരും പറയില്ല. അതുകൊണ്ട് ഒരു നല്ല ക്യാരക്ടറാണ്, ഇത് ഭാവന ചെയ്താൽ ഓക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് വരുന്നതാണ്. അത് ഞാൻ കേട്ടിട്ട് എനിക്ക് ഓക്കെ ആകുമ്പോഴാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ 3 മാസം എടുക്കാം, 4 മാസം എടുക്കാം, ചിലപ്പോൾ 6 മാസം എടുക്കാം. അപ്പോൾ ഒരു കംബാക്ക് നടത്തിയ ഉടനെ ഇനി ഞാൻ അടുത്ത എല്ലാ മാസവും റിലീസ് വയ്ക്കുന്നത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് റോങ് യൂസ് ഞാൻ ഉപയോഗിക്കില്ല കംബാക്ക് എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഇന്ന പോലത്തെ ക്യാരക്ടറൊന്നുമില്ല. അവർക്ക് ഇത് ഭാവന ചെയ്താൽ ഓക്കെ ആയിരിക്കും കൺവിൻസിംഗ് ഉള്ള ക്യാരക്ടറുമായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്കും അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ കമ്മിറ്റ് ചെയ്യും. അറിയാമോ? സൂപ്പർ വുമൻ ലോക വാമ്പയർ ഒരു സ്റ്റോറി ഭയങ്കര ആ സമയത്ത് ഭയങ്കര യുണീക്കായി നമ്മൾ മലയാളത്തിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അപ്പം ഇനി അങ്ങനത്തെ ഒരു മൂവി വന്നാൽ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞു. പക്ഷെ ഓഫ്കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് നല്ലതാണ്, എനിക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചെയ്യും. അങ്ങനെയൊന്നുമില്ല. നല്ല ക്യാരക്ടേഴ്സ് നല്ല സിനിമ എന്നുള്ളതല്ലോ, അത് ഒരാളും എന്തായാലും ഒരു നല്ല ക്യാരക്ടർ ചെയ്തില്ലേ, അതിന് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. ഇനി അതുപോലത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യണമെന്ന് എനിക്കില്ല. ഇല്ല, അത് അവർക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവർക്ക് തോന്നുകയാണെങ്കിൽ വിളിക്കട്ടെ. അവാർഡോ? ഇല്ലില്ല. ഇനി വല്ല CGക്കും ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സന്തോഷമായിരിക്കും. CG ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നന്നായി ഡിസേർവ് ചെയ്യുന്നുണ്ട്. അവാർഡ് കിട്ടുന്നതൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല. 2002 നമ്മളിവിടെയാണ് മലയാള സിനിമയിൽ വന്നത്. അപ്പോൾ 24 വർഷമായി സിൽവർ ജൂബിലി എടുക്കുകയാണ്. കരിയർ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോവാണോ? അപ്പോൾ ത്രില്ലർ ജോണറുകൾ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ അത്യാവശ്യം മാർക്കറ്റ് ഉണ്ട്, കന്നഡ, തെലുങ്കിലൊക്കെ. അതിൽ കൂടുതലും ഇങ്ങനത്തെ ത്രില്ലർ മൂവികളല്ല ചെയ്തിട്ടുള്ളത്?
ഞാൻ കന്നഡയിൽ ഒരു കേസ് ഓഫ് കൊണ്ടാന എന്ന് പറഞ്ഞൊരു ത്രില്ലർ ഫിലിം ചെയ്തിട്ടുണ്ട്. ഹണ്ട് ഹൊററാണ്, പ്രേതമാണ്. മറ്റേ ത്രില്ലർ അല്ല. അത് കുറച്ച് എനിക്കൊരു കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ത്രില്ലറാണോ ഹൊററാണോ എന്നുള്ളത്. അത് ഹണ്ട് പ്രോപ്പർ പ്രേതമാണ്, പ്രേതം. അത് മറ്റേ ഇത് കറക്റ്റ് ഇൻവെസ്റ്റിഗേഷനാണ്. കേസ് ഓഫ് കൊണ്ടാന എന്നുള്ള ഞാനൊരു കന്നഡ ഫിലിം ചെയ്തിട്ടുണ്ട്. അത് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഞാൻ പോലീസ് ഓഫീസറാണ്. അതല്ലാതെ ത്രില്ലേഴ്സ് ഞാൻ അധികം ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ത്രില്ലർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്ന് കരുതി ഇനി വരികയാണെങ്കിലും നമുക്ക് ഇൻട്രീഗിങ് ആയിട്ടുള്ള ക്യാരക്ടർ ആണെങ്കിൽ ചെയ്യും. ത്രില്ലർ മാത്രമേ ചെയ്ത് കൂടുതൽ ത്രില്ലർ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ എത്രയും വ്യത്യാസമുള്ള ക്യാരക്ടേഴ്സ് വരുന്നു അത് ചെയ്യുന്നു എന്ന് മാത്രം. മനോരമ സ്റ്റുഡിയോസിന്റെ ഫസ്റ്റ് മലയാളം പടം അവരെടുത്ത് ചെയ്യാൻ പോകുന്നത് ദൃശ്യം 3 അല്ലേ? ഇതിനു മുമ്പ് അവര് ഒരു സിനിമയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാവീദ് ആന്റണിയുടെ ഒരു പടം, ഇതവരുടെ സെക്കൻഡ്. ഈ ചതിക്കാത്ത തന്തു റിലീസ് ഉണ്ടാവും? അതെനിക്കറിയില്ല കേട്ടോ, എനിക്കറിഞ്ഞൂടാ. ഞാൻ ചുരുക്കി പറഞ്ഞ എല്ലാം പറഞ്ഞു റീ റിലീസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോട്ടാ മുമ്പേ റീ റിലീസ് ആയപ്പോൾ ഇപ്പൊ വന്ന ജനറേഷൻ ആൾക്കാർക്ക് ചെറിയ കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് എന്താ പറയുക, ചേച്ചിയുടെ പുതിയ സിനിമ കണ്ടോട്ടോ വന്നത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ അതുപോലെ എന്റെ പടമൊന്നുമില്ല വരുന്ന ഇപ്പൊ ഉദയനാണ് തന്നെ റീ റിലീസ് ചെയ്യാൻ പോയല്ലേ. അത് എന്റെ പടമൊന്നും പറയാൻ പറ്റില്ലെങ്കിലും നല്ല നല്ല സിനിമ നാട്ടെ നല്ലല്ലേ. ചുമ്മാ പിന്നെയും തിയേറ്ററിൽ പോയി കാണാന്നുള്ള ഒരു എക്സ്പീരിയൻസ്. ഈ ബോധപൂർവ്വമുള്ള തീരുമാനമാണോ സീരിയസ് കഥാപാത്രങ്ങൾ പിടിക്കാന്നുള്ളത്? അല്ലല്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇവരെന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്നെ എല്ലാവരും വിളിക്കുന്ന ഭയങ്കര ഒരു ബബ്ലി ആയിട്ടുള്ള ക്യാരക്ടർ, കുറച്ച് കുറുമ്പൊക്കെ ഉണ്ട്, ടോക്കറ്റീവ് ആണ്, ഇങ്ങനെയാണ് എപ്പോഴും ഒരാൾ വന്ന് പറയുമ്പോൾ തുടങ്ങുക. അപ്പോൾ ഇവർ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം പറയുമ്പോൾ തന്നെ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ കുറച്ച് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. കാരണം നമുക്കും വേറെ 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 രീതിയിലുള്ളത് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ബോധപൂർവ്വമുള്ള തീരുമാനമൊന്നുമല്ല. ഇനിയും ഫൺ ക്യാരക്ടേഴ്സ് വന്നാൽ ഞാൻ ചെയ്യും. നല്ലതാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ചെയ്യും. അതേപോലെ ഇപ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് എടുത്ത് നോക്കി ഞാൻ നിങ്ങൾ നമ്മുടെ സിനിമ സാറുമായിട്ടുള്ള സീനാണ് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ മൂവ്മെന്റിലെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുള്ള ചർച്ച ട്രോളിലൊക്കെ വന്നിട്ടുള്ള ഒരു വിഷ്വലായിരുന്നു അത്. ഇന്നും അത് ഓർക്കുമ്പോൾ പ്രേക്ഷകൻ അത്ര എൻഗേജിങ് ആയിട്ട് അപ്പോൾ ആ സെറ്റിലാസിനെ കൊണ്ടാക്കുന്ന ഫീലിംഗ് ഒക്കെ ശ്രീനിവാസ സാർ ഫേസ് ടു ഫേസ് നിന്ന് അങ്ങനത്തെ ഡയലോഗ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പോലെ ഒരാളുടെ കൂടെ എനിക്ക് അത്രേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ അത് തന്നെ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അങ്ങനെ ഒരു ലെജൻഡിന്റെ കൂടെ നമ്മൾ സ്ക്രീൻ സ്പേസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അന്ന് നമുക്ക് അതിന്റെ വാല്യൂ മനസ്സിലാവില്ല. അന്ന് നമുക്ക് ഒരു പേടിയും ടെൻഷനും ഒക്കെ, ഞാനും കുറച്ച് ഇനീഷ്യൽ സ്റ്റേജ് പോയോ വലിയ ആക്ടേഴ്സ്. പക്ഷെ ഇപ്പം അതിന്റെ വില ശരിക്കും മനസ്സിലാവും. അദ്ദേഹത്തിനെ പോലെ ഒരാളോട് നമ്മളൊരു മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഞങ്ങളൊരു ഷോ ചെയ്തിട്ടുണ്ട് 1 month. അപ്പോൾ അതൊരു ഭയങ്കര ഒരു മെമ്മറിയാണ് ശരിക്കും. പ്രൊഡക്ഷന്റെ ഭാഗം കൂടിയാണ് ഇപ്പം നമുക്ക് നമ്മുടെ പ്രൊഡക്ഷനിൽ നിന്ന് വരുന്ന ഔട്ടുകൾ ഇതേപോലെ ഔട്ടുകളായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ സിനിമകൾ ഇതേപോലെ സിനിമകളായിരിക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. എങ്ങനത്തെ ടൈപ്പ് സിനിമകൾ ചെയ്യാനുണ്ടാവും ബേസിൽ തന്നെ പ്രൊഡക്ഷൻ? നല്ല സിനിമ, നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾ. നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾക്ക് ആരും കണ്ടിട്ട് ഇതെന്ത് പടാന്ന് ചോദിക്കാത്ത, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോഴത്തെ ഒരു പടത്തിന്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് പുറത്ത് വരുമ്പോൾ 1 word നമുക്ക് കിട്ടും. മോശമാണെങ്കിൽ വളരെ മോശം എന്ന് തന്നെ ആൾക്കാർ പറയും. നമ്മുടെ ഈ പടത്തിൽ ഇപ്പോൾ അനോമിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് ഒരു ക്വാളിറ്റി എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇറ്റ്സ് നോട്ട് ഈസി. അത് നമ്മുടെ ഓഡിയൻസിൻ്റെ അവിടെ നിന്ന് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ആ വാക്ക്. നല്ല ക്വാളിറ്റി ഉള്ള സിനിമയാണ് അല്ലെങ്കിൽ ഒരു വേറെ ലെവൽ മേക്കിംഗ് ആണ് എന്നൊക്കെ വരുന്നത് അത് വെറുതെ അങ്ങ് വരില്ല. തീർച്ചയായിട്ടും അവരത് അങ്ങനെ ഫീൽ ചെയ്തിട്ട് വരുന്നതാണ്. അത് അങ്ങനത്തെ ഒരു സാധനം കീപ്പ് ചെയ്യണം എന്നുണ്ട്. അല്ലാതെ എന്തൊക്കെയൊക്കെ ചെയ്തിട്ട് വെച്ചിട്ട് അല്ലാതെ അതാണ് ആ ഒരു അങ്ങനെ ഒരു എഴുതി വരുന്ന അല്ലെങ്കിൽ ആളുടെ പുറത്ത് വരുന്ന ആൾക്കാർ ഞങ്ങളെ ഞെട്ടിച്ചോട്ടാ അല്ലെങ്കിൽ ഭയങ്കര ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുന്നത്. ഒരു 100 സിനിമ ഒരു 2 മാസം കൂടുമ്പോൾ ഒരു 100 സിനിമ OTT-ലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഒരു പ്രേക്ഷകന്റെ വായിന്നാണ് ഈ വരുന്നത്. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. അപ്പൊ അതൊന്ന് കീപ്പ് ചെയ്യണം എന്നുണ്ട്. അതേപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ടൊരു ജനറേഷനാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം സിനിമ എന്ന് പറയുന്ന വേടമൗത്തിലാണ് അത് വിജയിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഈ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഒരുപാട് സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുപാട് സിനിമകൾ റിവ്യൂ ബോംബ് ചെയ്ത് അല്ലെങ്കിൽ അത് നെഗറ്റീവ് പബ്ലിസിറ്റി ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നോർമൽ ഓഡിയൻസ്, ഒരു മിഡിൽ ക്ലാസ് ഓഡിയൻസിനെ സംബന്ധിച്ച് ഒരു 150 രൂപ കൊടുത്ത് കാണുന്ന ഓഡിയൻസ് ഫസ്റ്റിലി നോക്കുന്ന റിവ്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ഇതൊക്കെയാണ് നോക്കുന്നത്. ഞാൻ ഈ സിനിമ എന്തുകൊണ്ട് കാണണം, കണ്ടാൽ സമയം പോകുമോ, വെറുത്താണോ എന്ന്. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റം ഉള്ളപ്പോൾ സിനിമയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് തോന്നുന്നു.
എനിക്ക് തോന്നുന്ന ഓഫ്കോഴ്സ് നെഗറ്റീവ് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടായിരിക്കാം ഒരു നോർമൽ ഒരു ഓഡിയൻസ് തിയേറ്ററിലേക്ക് പോകുന്നത്. പക്ഷെ ഒരു 90% പോസിറ്റീവായിട്ട് വന്ന് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു കുറച്ച് 1-2 നെഗറ്റീവ് കണ്ട് അവർ ഇൻഫ്ലുവൻസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുകൊണ്ടുകൂടി നമ്മളൊരു ടീസറും ഒരു ട്രെയിലറും അല്ലെങ്കിൽ ഒരു 2 സോങ്ങും ഒക്കെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാനാണ്. അപ്പോൾ വെറുതെ ഇരുന്ന് എന്തെങ്കിലും ഇപ്പോൾ ഒരു 10 നല്ല കമൻസിനായാലും ഒരെണ്ണം എനിക്ക് അത്രയ്ക്ക് വർക്കായില്ല എന്ന് പറയുന്നതിൽ ഇൻഫ്ലുവൻസ് ആവുന്ന ആൾക്കാരോട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതാണ് ഒരു ഗിവ് ഇറ്റ് എ ചാൻസ് ആണ്. അത് ഒരു ടീസർ അല്ലെങ്കിൽ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ജഡ്ജ് ചെയ്യാൻ കഴിവുള്ള ഓഡിയൻസ് ആണ് മലയാളി ഓഡിയൻസ്. അപ്പോൾ അവരുടെ ടേക്കാണത് കംപ്ലീറ്റ്ലി. ചിലത് ഇപ്പം ഞാൻ പ്രതീക്ഷിക്കാതെ പോയ കണ്ട ചില സിനിമകൾ ഇതും അടിപൊളിയാണല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ചില സിനിമകൾ ഭയങ്കര ഹൈപ്പ് കേട്ട് ഞാൻ പോയി കാണുമ്പോൾ ഇതെന്ത് പടം എന്നും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവാണത്. അപ്പോൾ വേറൊരാളുടെ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക, കളക്റ്റീവ്ലി നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു തീരുമാനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു സിനിമ വർക്കാവാത്തൊരു 10 പേരുണ്ടാവും. പക്ഷെ ആ 10 പേരുടെ കേട്ടിട്ട് ബാക്കി എല്ലാവരും എന്നാൽ ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതിന് അർത്ഥമില്ല. ഉണ്ടാവും, ഉറപ്പായിട്ടും നമ്മുടെ ചുറ്റും ചോദിച്ചാൽ തന്നെ ഉണ്ടാവും. ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി എടുത്തിട്ട് എനിക്ക് പക്ഷെ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്ന് പറയണ ഒരു 10 പേരെങ്കിലും നമ്മുടെ ലൈഫിലുണ്ടാവും. എനിക്കൊക്കെ അറിയണം ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു കുറേ ഒരു വലിയ പോസിറ്റിവിറ്റി എൻ്റെ സൈഡിൽ 2-3 പേര് ഇത്തിരി സ്ലോ ആണ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷെബിൻ ഇവിടെ ഷെബിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാരക്ടർ ചാലഞ്ചിങ് ആയിരുന്നോ? കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു. കുറച്ച് ഇമോഷണൽ ഡെപ്ത് ഉള്ള ക്യാരക്ടറായിരുന്നു എൻ്റെ. പക്ഷെ ഡയറക്ടറും റൈറ്ററുമായിട്ടുള്ള റിയാസൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ പോകുന്ന വഴികൾ അല്ലെങ്കിൽ ആലോചിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം എനിക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു ഷൂട്ടിംഗ് സമയത്ത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്തായിരുന്നു. അത് ഇത്തിരി ചാലഞ്ചിങ് ആയിരുന്നു. കാരണം അത് വെയിറ്റ് ഒക്കെ വെച്ചിട്ടായിരുന്നു, നല്ല ഡെപ്തിൽ താഴോട്ട് പോകണമായിരുന്നു. അപ്പോൾ അത് വെയിറ്റ് ഒക്കെ വെച്ചിട്ട് കുറേ ടേക്സ് പോയിട്ടുണ്ട്. നല്ല വെയിറ്റ് നമ്മുടെ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് വെള്ളത്തിലോട്ട് ഇടുവായിരുന്നു. അപ്പൊ നേരത്തെ നീന്താൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. നീന്താൻ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി ജയിപ്പിച്ചായിരുന്നു. അതുകൊണ്ടാണ്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇപ്പൊ എനിക്ക് കിട്ടുന്ന വേറൊരു ഒരു ത്രില്ലർ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഫാമിലിക്ക് ഒരുപാട് കണക്ട് ചെയ്യുന്ന മൊമെന്റ്സ് ഉണ്ട്. എന്റെ ക്യാരക്ടറാണെങ്കിലും ഇന്നലെ തിയേറ്റർ വിസിറ്റൊക്കെ കുറച്ച് അമ്മമാരൊക്കെ വന്നിട്ട് അവർക്ക് ഇമോഷണലി നന്നായിട്ട് കണക്ട് ചെയ്തെന്ന് പറഞ്ഞു. എന്റെ അച്ഛനും അമ്മയും പടം കണ്ടു, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഇത് സിസ്റ്റർ ബോൺ ഒരു ക്യാരക്ടറാണ് എൻ്റെ. പക്ഷെ എന്നാലും അമ്മയും മകനുമായിട്ടുള്ളൊരു ക്യാരക്ടർ ഇതും കൂടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. This is to the director. Hi, എവിടെ നിന്നാണ്? അതിൻ്റെ മ്യൂസിക്കും നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് കൂടുതൽ ഇംഗ്ലീഷ് ട്രാക്സും ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എസ്പെഷ്യലി ഹർഷവർദ്ധൻ പുള്ളി ആനിമലിൽ വർക്ക് ചെയ്ത ഒരു മ്യൂസിക് കമ്പോസർ കൂടെയാണ്. അപ്പോൾ പുള്ളിയുമായിട്ട് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങള് ആദ്യം വേറെ 1-2 മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇനീഷ്യൽ സ്റ്റേജിലാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് അനിമൽ റിലീസാവുന്നത്. പിന്നെ എന്താ പറയുക, നടക്കുമെന്നറിയാത്ത ഒരു പരിപാടിക്ക് പുറത്ത് പോയതാണ് ഹർഷവർദ്ധൻ്റെ അടുത്തോട്ട്. പക്ഷെ പുള്ളി കണ്ടു, സംസാരിച്ചു, വിഷ്വൽസ് ഒക്കെ കണ്ടു, അപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ വർക്കിംഗ് രീതി കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇവിടെ കാണുന്ന പോലത്തെ ഒരു സംഭവമല്ല. മീൻസ് ഇവിടെ വർക്ക് ചെയ്യുന്ന രീതിയല്ല അവരുടെ വർക്കിംഗ് രീതി എന്ന് പറയുന്നത്. അത് അഡ്ജസ്റ്റ് ആവാനുള്ളൊരു സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ പക്ഷെ ഔട്ട് കിട്ടുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിന് മേളിൽ തരാൻ ഹർഷവർദ്ധന് ഓൾമോസ്റ്റ് അല്ല അതിനേക്കാൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ നമുക്ക് മ്യൂസിക് കൊള്ളാമെന്ന് എന്നോട് ഒരുപാട് പേര് വിളിച്ചു പറയുന്നുണ്ട്. കുറേ റിവ്യൂസ് കണ്ടായിരുന്നു. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഹർഷവർദ്ധൻ സർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ്, എനിക്ക് തോന്നുന്നു അനിമലിന് ശേഷം വരുന്ന ഫസ്റ്റ് സിനിമയാണ് അനോമി. അപ്പോൾ അത് മ്യൂസിക് നല്ലതെന്ന് പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ല. അത് അദ്ദേഹത്തിൻ്റെയാണ്. ആ ക്വാളിറ്റിയെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. താങ്ക് യു. യെസ്, സോ ഐ ഗെസ് എല്ലാവരും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച ആൻസേഴ്സ്. കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ റോൾസ് അറിയുന്ന പിന്മാറിയെന്ന ഒരു വാർത്ത കണ്ടിരുന്നു. അതിന്റെ സത്യാവസ്ഥ? പിന്മാറിയതല്ല, ടി സീരീസും പനോരമ നമ്മുടെ മൂവി വാങ്ങിച്ചപ്പോൾ അവരായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവരും അവർ ബൈ ഔട്ട് ചെയ്തതാണ്.
അദ്ദേഹം ഇതിലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു 2025 ബിഗിനിങ്ങിലാണ് അത് അല്ലേ, 24 അതെ, 24 ലാസ്റ്റ്. പനോരമ വന്നപ്പോൾ പനോരമ ടേക്ക് ഓവർ ചെയ്യായിരുന്നു മൂവി. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന രണ്ടുപേരും അവർ ബൈ ഔട്ട് ചെയ്തതാണ്, പിന്മാറിയതല്ല. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ഇൻഫാക്ട് നമ്മുടെ ദുബായിൽ മിഥുൻ ചേട്ടനുണ്ടാവും, RJ മിഥുൻ ചേട്ടൻ ഇപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് ഞങ്ങൾ കണ്ടപ്പോൾ, ഒമാനിൽ വെച്ച് കണ്ടപ്പോൾ മിഥുൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, റോയ് സാറ് പേഴ്സണലി അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാൻ ഈ അടുത്ത കണ്ടതിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഏറ്റവും നല്ല മേക്കിംഗ് ഉള്ള മൂവിയാണ് അനോമി, നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് വിടണം കേട്ടോ എന്ന് മിഥുൻ ചേട്ടൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ നമുക്ക് വളരെ ഒരു സന്തോഷം തോന്നി. പക്ഷേ ന്യൂസ് ഓഫ് കോഴ്സ് വളരെ ഷോക്കിംഗ് ആണ്, വളരെ സാഡാണ്. സോ യെസ്, ഐ തിങ്ക് വിത്ത് ദാറ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു പ്രസ് മീറ്റിൻ്റെ എൻഡിങ്ങിലോട്ട് വരികയാണ്. ഏതൊരു നല്ല ചിത്രം ഉണ്ടാവണമെങ്കിലും ഡയറക്ടർ ബ്രില്യൻസ് വേണം, മ്യൂസിക് അടിപൊളിയായിരിക്കണം, ആക്ടേഴ്സ് എക്സെപ്ഷണൽ ആയിരിക്കണം, നീന്താൻ അറിയാണ്ട് കൂടെ നീന്തൽ സീൻ അല്ലാതെ അടിപൊളിയായിട്ട് അഭിനയിക്കണം അല്ലേ. അറിയാം, വെറുതെ പറഞ്ഞതാണ് അവർ. എനിവേസ് അതെന്തായാലും ക്ലാരിഫൈ ആയി കിട്ടി ഇവർക്ക് എല്ലാവർക്കും, ഇനി അതൊരു പ്രശ്നമായാണ്. എനിവേസ് അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി പ്രസ് മീറ്റ് ആയതെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ടു ദ വണ്ടർഫുൾ ടീം ഓവർ ഹിയർ. വളരെ ഇൻട്രാക്റ്റീവ് ആയിരുന്നു, വളരെ പോസിറ്റീവ് ആയിരുന്നു, വളരെ ക്രിട്ടിക്കൽ ആയിരുന്നു എല്ലാതും. പക്ഷെ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടാണ് പിരിയുന്നത്. താങ്ക് യു സോ മച്ച് എവറിബഡി ഫോർ യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് താങ്ക് യു ടു ദ ഗ്രൂപ്പ് ഫോർ ജോയിനിങ് അസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കാണാത്ത ആൾക്കാർ പ്ലീസ് തിയേറ്ററിൽ തന്നെ പോയി കാണൂ എന്നിട്ട് പറയും. താങ്ക് യു. യെസ്, നമുക്കൊരു സെൽഫി ആയാലോ, അതൊരു ചിട്ടയാണ്, നമ്മളത് ചെയ്തിരിക്കണം. അതാണ് എനിക്ക് അവർക്ക് വിഷമാവും, ഞങ്ങൾക്കും. അപ്പോൾ ഒരു സെൽഫി ആവാം നമുക്ക് എല്ലാവർക്കും. യെസ്, ആദ്യം ഒരു ഫോട്ടോക്ക് വേണ്ടി ഒന്ന് പോസ് ചെയ്യാനാണ്, അതിനുശേഷം നമുക്കൊരു സെൽഫി ആവാം. പോസ്റ്റ് ചെയ്തിട്ട് വീഡിയോ സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. സിനിമ കാണണം കേട്ടോ, കാണാത്തവരും തരുന്ന കാണണം. താങ്ക് യു. ആണല്ലോ.